ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തേത് ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഈ വ്ളോഗിനൊരു പ്രത്യേകത ഉണ്ട്. ഈ വ്ളോഗ് വോയിസ് ഓവർ ചെയ്യണത് നമസ്വിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നമസ്വിക്ക് ഈ മൈക്ക് കൈമാറുന്നതായിരിക്കും. കുറേ നാളായി അവൾ ഫാം വില്ലയിൽ പോകണമെന്ന് പറയുന്നു. ഏകദേശം 2 വർഷമായി തോന്നുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. ബൈക്കിലാണ് നമ്മൾ പോണേ. നമ്മുടെ അവിടെ നിന്ന് ഒരു 1 അവർ ബൈക്ക് ഓടിച്ചിട്ട് വേണം അവിടെ എത്താൻ. ചാവക്കാട് പഞ്ചവടിയിലാണ് ഫാം വില്ല ലൊക്കേറ്റ് ചെയ്യണത് കേട്ടോ. നല്ലൊരു പ്ലേസാണ്. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 100 സെൻറ്റിമീറ്ററിന് മീതെ ഹൈറ്റുള്ള കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമസിയോട് പറഞ്ഞിട്ടില്ല എങ്ങോട്ടാണ് പോണേന്നുള്ളത്. ഒരു സർപ്രൈസാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോണേ. അവിടെ എത്തുന്ന വരെ നമസിക്ക് അറിയില്ല നമ്മളെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വഴിയിലുടനീളം അവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എവിടെയാണ്, എത്താറായോ, കുറേ നേരമായല്ലോ, സ്ഥലം എത്താറായോ, നമ്മൾ ട്രഷർ ഹണ്ടിന് പോകണ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകണേ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുട്ടി. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടം വരെ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ബാക്കി വോയിസ് ഓവർ ചെയ്യാൻ ഞാൻ നമസ്തയിൽ കൊടുക്കാം കേട്ടോ. അത് ഇവര് പെട്ടിയിലാണ് സർപ്രൈസ് എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു കേട്ടോ. എത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റു. രാവിലെ എന്നെ എണീപ്പിച്ചു. ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വേഗം എണീറ്റ് ബ്രഷ് ചെയ്ത് കുളിച്ചു എന്നിട്ടാണ് ഞങ്ങൾ പോകാറിറങ്ങിയത് കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫാം വില്ലയിൽ കുറേ ആനിമൽസ് ഉണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ പൂച്ചേനെയും പട്ടീനെ തൊടാൻ പറ്റും, പൂച്ചേനെ എടുക്കാൻ പറ്റും, ചില ആനിമൽസിനെ തൊടാനൊക്കെ പറ്റും കേട്ടോ. ചില ആനിമൽസിനെ തൊടാനും പറ്റും, ചില ആനിമൽസിനെ തൊടാനും പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിവിടെ എത്തിയിട്ടുണ്ട്. എത്താറായി കേട്ടോ. എത്താറായി തോന്നുന്നുണ്ട്. അപ്പോൾ പോയി എത്താറായി. എത്തോന്നറിയില്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കാം കേട്ടോ. എത്തിയിട്ടില്ല. അമ്മ പറയാം ട്രഷർ ഹണ്ടിൻ്റെ പോലെ ഉണ്ടാവും ഒരു പെട്ടിയിലെ സർപ്രൈസ്, കളറില്ല, ഒരു വലിയ പെട്ടിയിലെ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. എന്താണെന്നറിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഫാമിലിയിൽ എത്തിത്തീർന്നു. അപ്പോൾ ഇത് ടിക്കറ്റ് എടുക്കാൻ നോക്കി, ഇതൊക്കെ നോക്കിട്ടോ. ഫസ്റ്റ് നമ്മൾ ക്യാമലിനെയാണ് കണ്ടത്. നമ്മുടെ ക്യാമലില്ലേ, ഒട്ടകത്തിനെയാണ് ഫസ്റ്റ് കണ്ടത്. ക്യാരറ്റ് കൊടുക്കും കേട്ടോ. ഞാനും അച്ഛനും ക്യാരറ്റല്ല, ഒരു ലീഫ് അത് കൊടുക്കും കേട്ടോ. ചെറിയ പേടി ഉണ്ടായിരുന്നു. അത്ര പേടി ഉണ്ടായില്ല കേട്ടോ. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി അത് നമ്മളെ കയ്യിൽ കടിക്കുന്നു തോന്നിയിട്ട്. പക്ഷെ പേടി ഉണ്ടായില്ല, ചെറിയ പേടി ഉണ്ടായുള്ളൂ കേട്ടോ. നമ്മൾ കൊടുത്തു ക്യാമലിനെ. അത് തൊട്ടിട്ടോ. ഞാൻ എൻ്റെ പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നല്ല ബ്യൂട്ടിഫുള്ളൊക്കെ ആണ്. അല്ല കൊടുത്തു വിട്ടാൽ സൂപ്പറായിരുന്നു. ക്യാമലിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ട്. ഞാൻ ആദ്യമായിട്ട് ക്യാമലിനെ കാണുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോയത് കുതിരേനെയാണ്. 2 കുതിരകളുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒരെണ്ണം അവിടെ ഇരിക്കുകയാണ്, ഒരെണ്ണം എന്താ ഇവിടെ വിശന്ന് വലങ്ങി കെടുക്കല്ല, ഇത് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ അതിനെയാണ് കയറ്റി കൊടുക്കണത്, വെള്ളേനെ. ബ്രൗൺ കളർ കുതിര വന്നില്ല കേട്ടോ. നമുക്ക് പിന്നെ വിശക്കുണ്ടാവില്ല. വെള്ളക്കുതിര വന്നു. ഞാൻ ആദ്യമായിട്ട് കുതിരകളെയൊക്കെ കാണുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുതിരനെ തൊട്ടിട്ടില്ല. ഞാൻ ഇതിൽ കുതിരനെ ഞാൻ തൊട്ടു. നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഫാം വില്ലയിലേക്കാണെന്ന് എനിക്ക് അറിയണ്ടായില്ലേ. പിന്നെ നമ്മളിത് അവിടെ സ്വാമിനെ കണ്ടു. സ്വാമല്ല സ്വാമെന്ന് പറയുന്നത് ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം കണ്ടു എന്നാണ് പറഞ്ഞത്. നല്ല ക്യൂട്ടായിട്ട് കേട്ടോ. നമ്മളടുത്തത് എന്തിനെ കാണാനാണ് പോകണതെന്ന് വെച്ചാൽ എന്തോ ഒരു സാധനം ഞാൻ മറന്നു കേട്ടോ. അവിടെ ഊഞ്ഞാലൊക്കെ കണ്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ലാസ്റ്റ് ഇരിക്കുമ്പോൾ ഒരു ഓന്ത് വന്നു. അത് ഇവിടത്തെ അല്ല കേട്ടോ, വേറെ ഒരു ഓന്താ. പിന്നെ ഇവിടെ നമുക്ക് ഉഷ്ണിക്കാണ്ടിരിക്കാൻ കുറേ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്, ഒരു മരത്തുമ്മ കൊട്ടിച്ച് വെച്ചിട്ട്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, കളിക്കാൻ പാർക്കുണ്ട്. പിന്നെ അവിടെ വെയിറ്റല്ല, ഹൈറ്റ് ചെക്ക് ചെയ്യും കേട്ടോ. 2 വയസ്സുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റില്ല, 6, 7, 8 വയസ്സുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് 6 വയസ്സായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റും കേട്ടോ.
പിന്നെ കണ്ടോ ഇവിടെ എന്തോ ഒരു ബ്ലാക്ക് സ്വാമ തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു സാധനം കണ്ടു, എന്തോന്നറിയില്ല, ബ്ലാക്ക് സ്വാമ. പിന്നെ ഇവിടെ പ്രാവുകളെ കണ്ടു ഞങ്ങൾ, കുറച്ച് വെള്ള നിറത്തിലുള്ള പ്രാവുകളെ കണ്ടു. നമ്മൾ നടന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫിഷിനെ ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് ജിയോ മച്ചാൻ്റെ ചാനൽ അറിയോ? അതിൽ ഫിഷിനെ കൈയിട്ട് ഫുഡ് കൊടുക്കണത് അത് അങ്ങനത്തെ കേട്ടാ. ഞാൻ ഇട്ടില്ല കേട്ടാ, ഞാൻ 2 മണി ഇട്ടിട്ട് കുറച്ച് പൊക്കി പിടിച്ചിട്ടാ ഇട്ടേ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ കുറേ നാളെ ഫാമിൽ പോയിട്ട്, കുറേ നാളായെന്നല്ല, ഞാൻ ഫാമിൽ പോയിട്ടില്ല. എൻ്റെ അമ്മയും ഇട്ടുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനെയാണ് ആദ്യം കൊടുത്തത്. അച്ഛനും മമ്മിയും അതിൻ്റെ ഉള്ളിൽ ഇട്ടു. അങ്ങനെ ഇടാനാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫിഷിനെ വാങ്ങാറുണ്ട്. അത് ചത്തു പോവാണ് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ആകെ ഒരു വട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളൂ. അമ്മ അവിടെ തയ്ക്കാണ് കേട്ടോ. അതാണ് അമ്മയാണ് പകുതി പറഞ്ഞ്, ഞാനാണ് കുറച്ചും കൂടി പറയുന്നത്. ഈ മീനുകളെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്, അത്ര പാടൊന്നുമില്ല കേട്ടോ ഈ കൈ ഇട്ട് കൊടുക്കാൻ. അമ്മയ്ക്ക് ഇതേ പൂച്ചേനെ എടുത്ത് കൊടുക്കാനാട്ടോ. എൻ്റെ അമ്മ പൂച്ചേനെ എടുക്കുകയാണെ, ക്യൂട്ട് പൂച്ചേട്ടാ. ഇത് മാന്തില്ല, ബാക്കിയുള്ളതൊക്കെ മാന്തും. നോക്ക് എന്ത് ക്യൂട്ടാന്ന് നോക്ക്. ഞാൻ അതിനെ തൊട്ടിട്ടോ, നമുക്ക് എന്ത് ക്യൂട്ടാണ്. അച്ചോ, ഉണ്ണിവാവ് ഉറങ്ങണ പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പൂച്ചകളെയും പട്ടികളെയും. നല്ല ക്യൂട്ടായിട്ടില്ലേ ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഫാമിലെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതേ ചലന്തീനെ കണ്ടോ നിങ്ങൾ? ഹെഡ്ജോക്കിനെ കണ്ടോ? അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പ് ഇരിക്കുന്നുണ്ട് കണ്ടോ? സ്റ്റാച്ചു പോലെ ഇരിക്കണം പാമ്പ് കേട്ടോ. ഹെഡ് ജോക്ക് ഉണ്ട്, ഹെഡ് ജോക്ക് കണ്ടോ? ഹെഡ് ജോക്ക് എന്ന് വെച്ചാൽ ഒറ്റ സാധനം മുള്ളം പന്നി. പിന്നെ കുറേ ഓന്തുകൾ ഒട്ടിയിരിക്കുന്നുണ്ട് ഇവിടെ. 2-3 ഓന്തുകളൊക്കെ ഉണ്ട്. അവിടെ കുറേ പാമ്പുകളുണ്ട്. പാമ്പിനെ കഴുത്തിലിടാനൊക്കെ പറ്റും കേട്ടോ. എനിക്ക് പേടിയതൊന്നും ഞാൻ ഇട്ടില്ല. അമ്മയും പേടി ഇതുകൊണ്ട് ഇട്ടില്ല. പിന്നെ എന്തോ ഒരു സാധനം, എന്തോ ഒരു വെറൈറ്റി സാധനം, ഇതേലി കുട്ടികൾ വേറെ എന്തോ ഒരു വെറൈറ്റി സാധനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പറ്റില്ല, വീഡിയോത്തെ വരി വരുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ പാമ്പുകളാണ് കേട്ടോ. താഴെയും കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ട് കണ്ടോ. താഴെ ഇക്വാനാസൊക്കെ ഉണ്ട്. പിന്നെന്തോ ഒരു സാധനമുണ്ട്, കേബിബാറ എന്തോന്നുണ്ട്, എനിക്കറിയില്ല, വേറെ പാമ്പ്. പിന്നെ ഇതെന്തോ സാധനം അറിയില്ല കേട്ടോ. അതൊന്ന് കമൻറ്റിലിടാട്ടോ. നമുക്ക് അടുത്തത് എന്ത്, കാങ്കരൂസാണ്. കാങ്കരൂസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു കണ്ണ് എന്തോ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു കണ്ണിൽ വൈറ്റ്, ബാക്കിയുള്ള കണ്ണിലൊക്കെ ബ്ലാക്ക് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ വീണ്ടും വന്നു. പിന്നെ എന്തോ ഒരു സാധനത്തിനെ കയ്യിലിട്ടു കേട്ടോ. എന്തിട്ടൊന്നും മനസ്സിലായില്ല. എന്തോ സാധനം എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ പറയട്ടോ. നമുക്ക് ഇതല്ല കേട്ടോ, വേറെന്തോ ഒരു സാധനമില്ലേ, എനിക്ക് എന്തിട്ടൊന്നും ഓർമ്മയില്ലേ, അതെന്താന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സാധനം കണ്ട, ഇതെന്തിട്ടാ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലാവില്ല. എൻ്റെ അച്ഛൻ്റെ പോക്കറ്റിലൊക്കെ കയറിയിരുന്നു കേട്ടോ. നേരത്തെ ഫോൺ എടുക്കുമ്പോൾ പോക്കറ്റിൽ കയറിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് അതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ പറയൂ കേട്ടോ. അതിനെടുക്കാൻ നോക്കുമ്പോൾ അത് കടിക്കും, തൊടാൻ മാത്രം പറ്റുള്ളൂ. ഞാനും തൊട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏതാ ബേർഡ് എനിക്ക് അറിയാം, പക്ഷേ അമ്മ പറഞ്ഞിട്ടുണ്ടാ ഇതാണ് ബേർഡിൻ്റെ പേര്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാമ്പിലെന്ന് പറഞ്ഞൊരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. ഈ ദിവസമാണ് എനിക്ക് പോകാൻ പറ്റിയ. നോക്കൂ കണ്ടോ, ഇത് വേറെ കിളികൾ. ഇതെന്താ മയിൽ പോലെ ഇരിക്കും കേട്ടോ. പക്ഷെ മയിലല്ല കേട്ടോ, പീലിയൊന്നുമില്ല, മയിൽ പോലെ ഇരിക്കും, പക്ഷെ നല്ല ക്യൂട്ടാണ്. പിന്നെ ഇതൊക്കെ കോഴികളാണ്. പിന്നെ ഞങ്ങൾ കളർഫുൾ കോഴീനെ കണ്ടിട്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് നോക്കൂ, ഒരു കുട്ടിക്കുരങ്ങൻ. നോക്കൂ, ഒരു ക്യൂട്ട് കുട്ടിക്കുരങ്ങൻ. ഹായ് ഓക്കെ, നോക്ക്, ഒരു കുട്ടിക്കുരങ്ങനെ കണ്ടോ നിങ്ങൾ? എന്ത് കുട്ടിക്കുരങ്ങനാ മനസ്സിലായോ? അത് കുട്ടിക്കുരങ്ങനാണ്. 2 എണ്ണം ഉണ്ട്, ഞങ്ങൾ കണ്ടില്ല കേട്ടോ. സെക്കൻഡ് വന്ന് ഇങ്ങോട്ട് കാണുമ്പോഴാണ് രണ്ടാമത്തേനെ കണ്ടത്.
നമുക്കിത് ഒരെണ്ണമുള്ളൂ എൻ്റെ കയ്യിൽ പിടിച്ചത്. എൻ്റെ കയ്യിൽ പിടിച്ചിട്ടോ, പക്ഷെ അത് ഇതിലിട്ടില്ല. അയ്യോ പാവം കുട്ടിക്കൊരങ്ങൻ. ഒരെണ്ണം അപ്പുറത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിന് കുട്ടിക്കൊരങ്ങൻ പാവമാണല്ലോ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയാണ് കേട്ടോ അതിനെ തൊടാൻ നോക്കണേ. ഞാനും തൊട്ടു, അമ്മയുടെ കൈമീൻ പിടിച്ചിട്ടോ. പാവം കുട്ടിക്കൊരങ്ങനെ. എൻ്റെ അമ്മയ്ക്ക് എനിക്കും ഇഷ്ടം. പക്ഷെ അത് കടിക്കൂട്ടാ. കുഞ്ഞായതുകൊണ്ട് കടിക്കില്ല, വലിയതൊക്കെ കടിക്കുള്ളൂ. തള്ള അങ്ങോട്ട് ഓടിപ്പോയപ്പോൾ കുട്ടിക്കൊരങ്ങ പേടിച്ചിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടോ. സൂപ്പർ. ഇതാണ് ഏതൊരെണ്ണാനാട്ടെ, ഏതാണെന്നും മനസ്സിലായിട്ടില്ല. ഏതൊരെണ്ണത്തെ മേളിൽ തൂങ്ങി കിടക്കണം. ഒരെണ്ണം താഴെ ഉണ്ട് കേട്ടോ വേറെണ്ണം. കണ്ട 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 കണ്ട. പിന്നെ ഇവിടെ എന്തുട്ടായിരുന്നു? ഇവിടെ തന്നെയാവോ? അല്ല, ഇവിടെ നമ്മുടെ മക്കാവോ കേട്ടോ. മക്കാവോ ഇത് നോക്കൂ. ആ മക്കാവോസിനെ കണ്ടോ? ഞാൻ ആദ്യമായിട്ട് മക്കാവോനൊക്കെ കാണണേ. അത് കണ്ടോ? ഒരു ക്യൂട്ടായിട്ടില്ലേ? സംസാരിക്കൂട്ടോ. ഞങ്ങൾ വേറൊരു ബേർഡിനോടൊപ്പം സംസാരിച്ചു നോക്കി. ഇത് നമ്മുടെ ഏതൊരു ബേർഡായിട്ടുള്ള ലവ് ബേർഡ്സ് എന്ന് തോന്നുന്നുണ്ട്. ഇത് അമ്മയുടെ അച്ഛൻ്റെയും മനസ്സിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഞാൻ തീറ്റ കൊടുത്തു. എന്നുവെച്ചാൽ ആപ്പിൾ കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ കൈക്ക് ഒന്നില്ല, എൻ്റെ തലയിലിരുത്താൻ പോയപ്പോൾ ഒറ്റ പറന്നിട്ട് പോയി. അടുത്തത് കണ്ടത് ഞങ്ങൾ ഓസ്ട്രിച്ചാണ്. ഓസ്ട്രിച്ചില്ലേ, ഒട്ടക പക്ഷി, അതിനെ കണ്ട്. അത് ഈ കേജിലാണ് ഇരിക്കണം. കണ്ടാ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഒട്ടക പക്ഷി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് 2 ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തും മക്കാവ് തന്നെയാണ്. ഞാൻ വേറൊരു മക്കാവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഈ മക്കാവ് കണ്ട, ഇത് മക്കാവല്ലെന്ന് തോന്നുന്നുണ്ട്, ഇതൊരു ബേർഡാ. ഈ ബേർഡിനോടൊപ്പം സംസാരിച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് വേറെന്തോ അമ്മ പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ലേ. നല്ല ക്യൂട്ടായിട്ടല്ലേ. അയ്യോടാ നല്ല ക്യൂട്ടല്ലേ അത്. ഞാൻ പഠിച്ചെണ്ണേന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ കണ്ടപ്പോൾ എന്ന് പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. നല്ല ക്യൂട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് ഫാമിലൊക്കെ പോണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിനെ. ഇത് പേടിച്ചിട്ട് അപ്പുറത്തോട്ട് ഓടി. നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ അത് കുറച്ച് അപ്പുറത്തോട്ട് പോയി. കണ്ട ഇപ്പം നടുക്കി നിൽക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു സാധനത്തിനാണ് പോണത്. ഏതൊരു ബേർഡ് തന്നെയാണ്, എന്തോ ഒരു ബേർഡ്, ഏതാണെന്ന് അറിയില്ല. എന്തോ ഒരു ബേർഡ് ഇട്ടാ. ഞാൻ 1ലാണ് 2ലേക്ക് ആകാൻ പോവാണ്. 6 വയസ്സായി. ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനെ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറാവേ. കണ്ടോ? അപ്പോൾ കയറിയപ്പോൾ കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ? അച്ഛൻ്റെ തോളത്തിരുന്ന ആപ്പിൾ കഴിക്കുന്നത് നിങ്ങൾ കണ്ടോ? തൊട്ടാ കൊത്തും, അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. നോക്കൂ കണ്ടോ, 10-15 ബേർഡ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നോക്കൂ നല്ല ക്യൂട്ടായിട്ടില്ലേ? തൊടാൻ നോക്കുമ്പോൾ പറന്ന് പോയിട്ടോ. കണ്ട, ചിലപ്പോൾ കൊത്തും, ചിലപ്പോൾ പറന്ന് പോവും, അങ്ങനെ കേട്ടോ ഇരിക്കണേ. നല്ല ക്യൂട്ടായിട്ടില്ലേ? എന്നെ കൂടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കളർഫുൾ കോഴിയില്ലേ, അത് മുട്ടയിട്ട് തിന്നു. ഒരെണ്ണം പച്ചക്കോഴി മുട്ടയിട്ടു, പെണ്ണായതുകൊണ്ട്. പിന്നെ വേറൊരു കോഴി മുട്ടയിട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് നമ്മൾ നമുക്ക് ആരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളെ മറ്റേ സാധനമാണ്. എനിക്ക് എന്തിട്ടാണെന്ന് അറിയില്ല. എന്തൊരു സാധനം, മറ്റേ സാധനമല്ലേ, തൂങ്ങി കളിക്കണ തന്നെ. കാണാനൊന്നുമില്ല, വേറെന്തോ. കണ്ടോ അവിടെ ഇരിക്കണ്ട കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പറയേ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ബേർഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് എന്താ ബേർഡ് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നല്ല ക്യൂട്ടല്ലേ? അത് നോക്കി, ആ ചാത്ത കോഴി നോക്കി, അത് നീണ്ട വലി കേട്ടോ. എന്തോ മറ്റേ സാധനം പോലെ ഇല്ലേ,
ഇതൊരു വാലിക്കോഴി എന്ന് വെച്ചാൽ നീണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആ നീണ്ട വാലുള്ള കോഴിയെ നിങ്ങൾ കണ്ടിട്ടോ. അത് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. നല്ല ക്യൂട്ടാണ് കണ്ടോ. അവിടെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത സ്ഥലങ്ങൾ കാണാം. അടുത്തത് എന്താ ഒരു സാധനം കാണാൻ പോവാണ്. അതാ നമ്മുടെ ഇക്വാനാസാണ്. ഒരു വലിയ ഇക്വാനാസ് ഒരു 5 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്വാനാസിന്. ഇഷ്ടമല്ല പക്ഷേ ആനിമൽസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനിമൽസിന് എന്നുവെച്ചാൽ ഒട്ടകം, സീബ്ര, ഹോഴ്സ്, നമ്മുടെ പിന്നെ എന്താ മറ്റേ സാധനമില്ലേ കഴുത ഡോങ്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്ക് അച്ഛനമ്മയൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു ആടിനെയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരാട്, സൂപ്പറല്ലേ ഈ ആട്. ഒരു ആട്ടുംകുട്ടീനൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ആട്ടുംകുട്ടീനെ തൊട്ടു. ഇതിനില്ല കേട്ടോ, വേറൊരാടിനെ. ഇത് മറ്റേ ആടാണ്, ഇത് വേറൊരാടാണ്. ഏതാണെന്ന് മനസ്സിലാവണില്ല എനിക്ക് ശരി. അത് അവിടെ എടുക്കാട്ടോ. ഞാൻ 2ാമത്തെ വട്ടം അങ്ങോട്ട് കറങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ നോക്കിയപ്പോൾ ഒരാളെ ചിരിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ ആദ്യത്തെ ഒരാട്. ഇതിൽ വേറെ ഇതൊരു വലിയ ആട് കണ്ടോ. അയ്യോടാ അച്ഛോ, പക്ഷേ കണ്ടോ നന്നായിട്ടില്ലേ, വലിയൊരു ആടാണ്. ഭയങ്കര ഇഷ്ടമായിട്ടോ. അടുത്തത് ഇതാണ്. ഇതിന് ഒരു 4 കൊമ്പുണ്ട്. ആ ചുവടെ അറിഞ്ഞാൽ മേളിൽ പറഞ്ഞാൽ താഴെ പറഞ്ഞാൽ മേളിൽ പറഞ്ഞാൽ താഴെ പറഞ്ഞാൽ അപ്പോൾ 4 കൊമ്പുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. കണ്ടത് ഉറങ്ങാം കണ്ടോ. പിന്നെ കണ്ടത് വേറൊരാടാണ്. ഇങ്ങനെ ഒരു കൊമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് എൻ്റെ കൊമ്പ് അതിങ്ങനെ വളഞ്ഞിരിക്കണ കേട്ടാ. കണ്ടാ കൊമ്പ് വളഞ്ഞു തിരിഞ്ഞ് ചുരുണ്ടിരിക്കട്ടത്. ഇതാണ് നമ്മുടെ കാളയെന്ന് തോന്നുന്നുണ്ട്. എന്തൊന്നും അറിയില്ലല്ലോ, ഓർമ്മയില്ല എനിക്ക്. ഇത് കാളയെന്ന് തോന്നുന്നുണ്ട്. ഇത് എന്ത് സാധനം, നമുക്ക് നല്ല ക്യൂട്ടായിട്ടല്ലേ. എനിക്ക് തരാൻ പേടി കേട്ടോ, അത് കുത്തും ചിലപ്പോൾ. ഇവിടെ നിന്നാണ് ഞാൻ കുട്ടിയാടിനെ കണ്ടോ. അവിടെ നിന്ന് തൊടുണ്ട് ഞാനും അച്ഛനൊക്കെ തൊടുന്നുണ്ട്. ഇത് ഞാൻ തൊട്ടു കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ. ഞാൻ 2 വട്ടം തൊട്ടു കേട്ടോ. എൻ്റെ അമ്മയുടെ അവിടെ കിടന്നോ ഉറങ്ങി എനിക്കറിയില്ല. നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ആടാണ്. പിന്നെ ഞങ്ങൾ അടുത്തത് എന്താ കാണാൻ പോയെന്ന് വെച്ചാൽ എന്തോ ഒരു കോഴിയാണ്. എന്ത് കോഴിയാണെന്ന് മനസ്സിലായിട്ടില്ല. നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. നോക്കിയാൽ അവിടെ എന്തോ ഒരു കോഴി കണ്ട. അതെന്ത് കോഴിയാ നിങ്ങൾക്ക് മനസ്സിലായോ? എന്ത് കോഴിയാണത് എനിക്കറിയില്ല കേട്ടോ. അതെന്തോ ഒരു കോഴി, ഏത് കോഴിയാണ് എനിക്കറിയില്ല. പിന്നെ ഞാൻ മോള് വായോ എന്ന് പറഞ്ഞിട്ട് വന്നില്ല കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഓസ്ട്രിച്ചാന്ന് തോന്നുന്നുണ്ട്. ഓസ്ട്രിച്ച് അല്ലേ ഇത്? നമ്മുടെ എമു അല്ലേ? എമു ഒട്ടക പക്ഷി അല്ല, എമുവിനെ. ഇവിടെയാണ് നമ്മുടെ കഴുതക്കുട്ടികളൊക്കെ ഉള്ളത്. കഴുതക്കുട്ടിയും കഴുതയുടെ അമ്മയും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുതിര അവിടെ വിളിച്ചിരിപ്പുണ്ട്. കണ്ടോ അതിനെ? നല്ല ക്യൂട്ടായിട്ടുള്ള ഇതൊരു കുതിര കുഞ്ഞാന്ന് തോന്നുന്നുണ്ട്. നല്ല കുഞ്ഞിതല്ലേ. നമ്മൾ അടുത്തൊരു വെള്ള കുതിരനെ കണ്ടില്ലേ? ഇത് വലുതല്ലേ, ഇത് കുഞ്ഞിതല്ലേ? അത് കുഞ്ഞിതാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടോ കഴുതയുടെ കുഞ്ഞു അമ്മയും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ്. ഇത് പുറത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ ഒരു വെള്ളക്കുതിര, വേറൊരു കുഞ്ഞു വെള്ളക്കുതിര. മറ്റേ വെള്ളക്കുതിരയുടെ കുഞ്ഞാന്ന് തോന്നുന്നുണ്ട് അല്ലേ? നല്ല ക്യൂട്ടായിട്ട് നോക്കൂ. അവിടെ കണ്ടോ നല്ല ക്യൂട്ടാണ്ട്. അവിടെ എന്തൊരു പന്നി കണ്ടോ നിങ്ങൾ? അയ്യോ ഇത്ര വലിയൊരു പന്നി കണ്ടാ അത് ഉറങ്ങട്ടാ. ആ വലിയ പന്നി ഉറങ്ങണേ.
ഈശ്വര എണീറ്റ് കഴിഞ്ഞ് ഇതൊക്കെ കുത്തി പൊട്ടിച്ച് നമ്മളെ ചവിട്ടിക്കൊല്ലും. അമ്മ കഷ്ണേ ഇടിച്ച് പാരത്ത് കുത്തി പൊട്ടിക്കും. എന്നിട്ടേ ഇടിച്ച് കൊല്ലും. വെറുതെ പറഞ്ഞതാട്ടാ. പിന്നെ അവിടെ കണ്ട ഒരു കുതിര, അത് പോണിയാണ് കണ്ടോ, നല്ല ക്യൂട്ടാണ്. പിന്നെ അവിടെ ഒരു കഴുതക്കുഞ്ഞൊക്കെ ഉണ്ട്, കഴുതക്കുഞ്ഞുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹോഴ്സ് കണ്ടോ നിങ്ങൾ. പിന്നെ അവിടെ കുറച്ച് ഡക്സ് ഉണ്ട്. ഡക്സ് കാണിച്ചു തരാം. നോക്കിട്ടോ കാണിച്ചു തരാം ഞാൻ. അവിടെ ഉണ്ട് കണ്ടോ ഒരു ഡക്കിനെ നിങ്ങൾ കണ്ടോ നിങ്ങൾ? നോക്ക്, നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സും പ്ലാന്റ്സും. ഇത് വേറൊരു സാധനം, ഇത് ഡക്കല്ല, അത് വേറൊരു സാധനം. ഇതെന്തിട്ടാന്ന് അറിയില്ല. ഇത് എന്തോ ഒരു സാധനട്ടാ, ഡക്കല്ല കേട്ടാ. ഡക്ക് കുറച്ച് കുഞ്ഞതല്ലേ, ഇത് വലുതാ. അമ്മ കണ്ട, അമ്മ തൊട്ടപ്പോൾ അത് കൂടിപ്പോയി. അച്ഛൻ തൊട്ടപ്പോൾ മാത്രം കടിക്കാൻ നോക്കാം, എന്നറിയില്ല. കണ്ടോ, നമ്മൾ അടുത്ത ഏതോ ഒരു ആനിമലിനെ കാണാൻ പോവാണ്. ഇവിടെ വേറെ ഏതോ ഒരു ഡക്കാണ്, ഇവിടെ വേറെ ഡക്സ്. പിന്നെ ഇവിടെ ഒരു സാധനമാണ്, അങ്ങോട്ട് പോകുമ്പോൾ പാർക്ക് കാണാൻ പറ്റും. അതിപ്പോഴത്തെ ഒരു നിങ്ങളൊരു കേജ് കണ്ടിരുന്നോ? അതെന്തിട്ടാന്ന് നമുക്ക് മനസ്സിലായോ? പട്ടിയാണത്, പട്ടി കണ്ടോ, നല്ല ക്യൂട്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പം പട്ടി രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം ബ്രൗൺ കേട്ടോ. അവിടെ പാർക്കും ഉണ്ട്, പിന്നെ കളർഫുൾ കോഴി ഉണ്ട്. ഇവിടെ കളർഫുൾ കോഴി കണ്ട, സൂപ്പറായിട്ടില്ലേ. എൻ്റെ കോഴിക്കുഞ്ഞുണ്ട് കേട്ടോ. അതിൽ ഏതൊരു പച്ചക്കോഴിയാണ് മുട്ടയിട്ട് വെച്ചത് കേട്ടോ. അതൊരു കോഴി പച്ച മുട്ടയിട്ട് വെച്ച്, എനിക്കറിയില്ല കേട്ടോ ഏതൊരു കോഴി പച്ചമുട്ടയിട്ട് വെച്ചു. പച്ചമുട്ട വെക്കാൻ ഇരുന്നപ്പോളേ ഏതൊരു വെള്ളക്കോഴി നമ്മൾ അതിൻ്റെ മേളിൽ കയറി. കണ്ടോ ഈ രണ്ട് പപ്പീസും അടി കൊടുന്ന്. പട്ടി കുഞ്ഞാട്ടാ, ഇത് വലുതാകുമ്പോൾ വലിയൊരു പപ്പിയാണ്. മറ്റേത് കുറച്ച് വലുതാട്ടാ. ഇനി ഞങ്ങൾ പാർക്കിലേക്ക് കളിക്കാൻ പോവും കേട്ടോ. ഈ കളർഫുൾ കോഴീസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. കളർഫുൾ കോഴീൻ്റെ കുഞ്ഞിനുണ്ടായി നന്നായനെ കേട്ടോ. അപ്പോൾ അതിനൊന്നത്തിന് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെ. വേർത്ത് പറഞ്ഞ അത് വലുതാകുമ്പോൾ നമുക്ക് അതിന് തൊടാനൊക്കെ പറ്റും. കണ്ടോ ഞാൻ പപ്പീനെ തൊട്ട് ഫൈനലി ഇങ്ങനെ വലിയ പപ്പീൻ്റെ ആ വലിയൊരു പട്ടിയില്ലേ അതിൻ്റെ മേല് തൊട്ടു. പിന്നെ ആ കുഞ്ഞു പട്ടീൻ്റെ തലേമ തൊട്ടു. കണ്ടോ നോക്ക് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മറ്റേ ബ്രൗൺ പട്ടീനെ കേട്ടോ. നല്ല മെലിഞ്ഞിട്ട് കുഞ്ഞു പട്ടിയല്ലേ. ഈ കളർഫുൾ കഴിഞ്ഞ ഒരെണ്ണത്തിന് തൊട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ആമ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ടർട്ടില്ല അതുണ്ട്. നല്ല ക്യൂട്ടുണ്ടല്ലേ. കണ്ട ഞാൻ പേടിച്ചു, അതിനകത്ത് ഓടാൻ പോയപ്പോൾ ഞാൻ പേടിച്ചതാട്ടോ. എനിക്ക് നല്ല പേടി കോഴികളാണ്. ഇതിനകത്ത് എൻ്റെ അമ്മ അവിടെ നിന്ന് അങ്ങനെ ഒഴിക്കാൻ നോക്കണം. കണ്ട എൻ്റെ അമ്മ അവിടെ നിന്ന് എൻ്റെ അച്ഛനും അമ്മയെ തള്ളിയിട്ട് അപ്പോൾ അമ്മ അവിടെ നിന്ന് ഒറ്റ ചടി എന്നെയും ചെയ്തു. നോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അമ്മ ഇത് ട്രൈ ചെയ്യാൻ കേട്ടോ. കുറേ നാളായി അമ്മ ഇത് ട്രൈ ചെയ്തു. അമ്മയ്ക്കത് പറ്റില്ല. പിന്നെ കണ്ടോ നിങ്ങൾ, ഞാൻ വീണ്ടും കുറച്ച് കളിച്ചോണ്ടേ ഇരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കളിക്കാൻ. കണ്ടോ ഈ ഊഞ്ഞാല കണ്ടോ നിങ്ങൾ, അതങ്ങനെ വട്ടം കറക്ക ഊഞ്ഞാലാണ്. നല്ല രസമുണ്ടാവും കണ്ടോ നിങ്ങൾ, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പപ്പീസിനെ ആനിമൽസിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പാർക്കിൽ ഞാൻ കുറച്ച് നേരം കളിച്ചിട്ടാ ശരി പോയിരിക്കും. പിന്നെ നിങ്ങൾ കണ്ടോ
മാലിക്കുമ്പളത്തിന് വീണ്ടും നമ്മൾ ഒരു വട്ടം കൂടി റൗണ്ട് അടിച്ചാൽ മതി കേട്ടോ. അടിച്ചാനല്ല, അടിക്കാം. സോറി കണ്ട എൻ്റെ എക്സ്പ്രഷൻ നോക്കി. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫാമിലേക്ക് വരാൻ. ഫാമിലെന്ന് പറഞ്ഞാൽ എല്ലാ ആനിമൽസും ഉണ്ടാവും. നമുക്ക് ഫീഡ് ചെയ്യാനും എടുക്കാനല്ല, ഫീഡ് ചെയ്യാനും നമ്മളെ തോട്ടത്തിരുത്താനൊക്കെ പറ്റും. തൊടാനും ചിലതിന് തൊടാൻ പറ്റും, ചിലതിന് തൊടാനും പറ്റില്ല. നല്ല രസമുള്ള ആനിമൽസാണ്. ഞാൻ ഈ സൂവിലേക്കും പാർക്കിലേക്കും പോകുമ്പോളേ നല്ല രസമല്ലേ കേട്ടോ. ഞാൻ ആടിനെ തുറന്ന് എന്താണ് എന്ന് ചോദിക്കണം. ഞാൻ എന്താണ് നിൻ്റെ വടി താഴെ പോയാ? വടിയല്ല, അതിൻ്റെ പുല്ല് താഴെ പോയോന്ന് ചോദിച്ചു. അപ്പം അവൻ പറയാം ഇല്ലേ, എൻ്റെ പുല്ല് എൻ്റെ വയലാണ് നീണ്ടത്. ഇത് കണ്ടോ, കഴുത കണ്ടോ. അവിടെ കുതിര, ഇവിടെ കഴുത, അപ്പുറത്തും ഇപ്പുറത്തും കുതിര ഓരോരുത്തനായിട്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കുതിരയാണ് എൻ്റെ ഫേവറേറ്റ്. അമ്മേ അത് മുത്ര വെച്ച് എനിക്കറിയില്ല. കണ്ടോ, ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് നേരം അമ്മയുടെ ഒപ്പം ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കേട്ടോ. നമുക്ക് കുറച്ച് എക്സ്പ്രഷനൊക്കെ കാണിക്കട്ടെ. കണ്ടോ, നമുക്കവിടെ ഡോക്ടൊക്കെ ഉണ്ട്. കണ്ടോ ഓരോരുത്തരുടെ ഇതിനെ പിടിക്കാൻ പോകണം, ഇത് ഓടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനത്തെ കളി ഞാൻ ആദ്യമായിട്ടൊക്കെ. നമ്മൾ കളിച്ചിട്ടുണ്ട്, വലിയൊരു കളിച്ചിട്ടുണ്ട്, ഡക്സ് കളിച്ചിട്ടില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ഡക്സ് കളിക്കുന്നതാണ്. പിന്നെ എൻ്റെ അച്ഛന് പൂച്ചനെ എടുത്തുട്ടാ, അതിനെ എടുക്കാൻ നോക്കി ഞാൻ. പക്ഷെ എനിക്ക് പേടിയാണ്, എനിക്ക് തലക്കാനം ഉണ്ടാവും കേട്ടോ. കടയുടെ വാലിൻ്റെ മേത്ത് കൊള്ളാൻ പോയതാണ് കണ്ണടച്ചു കേട്ടോ. കടയ്ക്ക് പേടിയായിട്ട് ഞാൻ ഓടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പൂച്ചേനെ, പക്ഷെ എടുക്കാൻ ചെറിയ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ വീഴുണ്ടായിരുന്നു. ഒരാളുടെ പോക്കറ്റിൽ കയറിക്കണണ്ട, പുറത്തോട്ട് വരണില്ല കേട്ടാ. അത് പുറത്തോട്ട് വരണില്ല. കണ്ട പുറത്തോട്ട് വരില്ല, അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണേ. ചെയ്യാം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. എടുത്തുണ്ട് പുറത്തോട്ട്, ഞാൻ പുറത്തോട്ട് എടുത്തുണ്ട്. ആദ്യത്തെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നില്ല, കയ്യിലിട്ട് പോക്കറ്റിലേക്ക് പോകും. എനിക്കറിയില്ല, എൻ്റെ അച്ഛനവിടെ ക്ലിപ്പ് സ്റ്റാപ്ലർ ഇട്ട് കുത്തി വെച്ചേക്കാം. എൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ട് പിടിച്ചതാട്ടാ, ഷാർപ്പ് കൊണ്ട് കുത്തി പിടിച്ചതല്ല കേട്ടാ. പിന്നെ പാമ്പിനെ കഴുത്തിലിടാനൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയില്ല. നമുക്ക് കണ്ടോ, ഇത് ഏതൊരു ആനിമൽ ഏതാ മനസ്സിലാവുന്നത് കേട്ടോ എനിക്ക്. കണ്ടോ, നല്ല രസമല്ലേ ഇതിനെ കാണാൻ. ഞാനിവിടെ പാർക്കിൽ കളിക്കുകയാണ്. കളിക്കുമ്പോഴത്തേക്ക് എന്താ ബോക്കിലൊരു ഓന്ത് വന്നിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. കണ്ട ആ ഓന്തിനെ കണ്ടു ഞാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓന്തിനെ. ഞാൻ വിചാരിച്ചു ആ ഓന്ത് ഇവിടത്തെയാണ്, അല്ല കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ആ ഞാലേക്ക് നാടൻ മലക്ക് രസമുണ്ടായിരുന്നു കേട്ടോ. ഹലോ, അതിന് മൈക്ക് എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടിയിട്ടോ. വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമസ്വി കൊണ്ട് തന്നു. ഇനി ബാക്കി അമ്മ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അവൾക്ക് വോയിസ് ഓവർ ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യായിരുന്നു കേട്ടോ. എന്നിട്ടിപ്പോൾ ഞാൻ വോയിസ് ചെക്ക് ചെയ്തപ്പോൾ തിരക്കേട്ടില്ലാതെ പറഞ്ഞിട്ടുണ്ട് തോന്നി. പക്ഷേ ഇടയ്ക്ക് കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്കത് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. എന്തായാലും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല, കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് വോയിസ് ചെയ്തതല്ലേ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടില്ലേ കേട്ടില്ലേ എന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ വർക്കേഴ്സിൻ്റെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ് കേട്ടോ, ഈ ഒരു കോട്ടേജ് പോലെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിയറസ്റ്റ് ആയിട്ട് പഞ്ചവടി ബീച്ചുണ്ട്, അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവളെ ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഒരു ഫ്രോക്ക് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ്. ഒരു സ്വാനൊക്കെ നടക്കുന്ന ഒരു കുളമുണ്ട് ചെറുത് ഇതിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണാം, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നത് മാത്രം. പിന്നെ ഓൾ ഓവർ ദ ഗാർഡൻ അവർ ഈ ഒരു സ്പ്രിങ് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അത്ര വെയിലുണ്ടായിരുന്നില്ല, ഒരു ക്ലൗഡി ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് ബൈക്ക് എടുത്തിട്ടാണ് വന്നതെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങ് നമ്മൾ ടയർഡായില്ല കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളിത് ആ ബീച്ചിൽ വന്നു. ഇവിടെ അധികം നേരമൊന്നും നമ്മൾ കളിക്കാനൊന്നും നിന്നില്ല. നമ്മളും കുറച്ച് കാക്കകൾ മാത്രമേ ഈ ബീച്ചിൽ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് സമയം മാത്രമേ ഈ ബീച്ചിൽ
സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോയിട്ടോ. കാരണം ഈവനിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഇടിമിന്നലും മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് മഴയ്ക്ക് മുന്നേ നമ്മൾ വീട്ടിലെത്തണമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പോന്നു കേട്ടോ. ചെറിയൊരു വ്ളോഗായിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വൺസ് ഇൻ എ വൈൽ ഞാനിങ്ങനെ നമസ്വി വലുതാവുമ്പോൾ അവൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക് സേവ് ചെയ്യുന്ന വീഡിയോസാണത്. ബിറ്റ്സ് ആൻഡ് കട്ട്സ് ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റിൽ അങ്ങനെ നമ്മൾ പോയ സ്ഥലങ്ങളിലെ യാത്ര മെമ്മറീസൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് ഞാനത് ഇടുകയാണ്. ഈ വീഡിയോസിന് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരുപാട് വ്യൂസോ റീച്ചോ കാര്യങ്ങളോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. എനിവേ ഇത് അവൾ തന്നെ വോയിസ് ചെയ്തതുകൊണ്ട് ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ അവൾക്ക് 6 വയസ്സാണ്. ഇനിയിപ്പോൾ ഒരു 10-15 വയസ്സൊക്കെ ആവുന്ന സമയത്തേക്ക് ഇതെടുത്ത് കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുമല്ലോ എനിക്കും അവൾക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു.